ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മലയാളം 3ാമത്തെ പാഠം എന്താണമ്മേ സ്വാതന്ത്ര്യം, അതിലെ ആക്ടിവിറ്റി ബുക്കിലെ പ്രവർത്തനങ്ങളാണ് നോക്കുന്നത്. നമുക്ക് നോക്കിയാലോ? അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓണം എക്സാം ആയല്ലോ, അപ്പോൾ നമുക്ക് മുൻവർഷ ചോദ്യങ്ങളും നോക്കണം. നമുക്ക് നോക്കാം. പ്രവർത്തനം 3.1 ഡയറി എഴുതാം. നിങ്ങളുടെ സ്കൂളിലെ സ്വാതന്ത്ര്യദിന വിശേഷങ്ങൾ ചേർത്ത് ഡയറി എഴുതി നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ എഴുതി പഠിക്കണം. കാരണം മുൻവർഷ ചോദ്യങ്ങളിൽ ഡയറി ചോദിച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യദിന ഡയറി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എഴുതി നോക്കാം. 15/8/2026 ശനി. തീയതി വെക്കാൻ മറക്കരുത്. ഇന്ന് സ്വാതന്ത്ര്യ ദിനമായിരുന്നു. ഞാൻ രാവിലെ നേരത്തെ തന്നെ ഉണർന്നു. അച്ഛൻ ഇന്നലെ എനിക്കൊരു ചെറിയ പതാക വാങ്ങിക്കൊണ്ട് തന്നു. ഞാൻ ഇന്ന് അത് ഷർട്ടിൽ കുത്തി. ഇന്ന് ഞാൻ വെള്ള ഡ്രസ്സാണ് ധരിച്ചത്. ഹെഡ് മാസ്റ്റർ സ്കൂളിൽ പതാക ഉയർത്തി. എല്ലാവരും ദേശീയ ഗാനം പാടി. ഞാനും കൂടെ പാടി. ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം ഹെഡ് മാസ്റ്റർ നൽകി. പിന്നെ എല്ലാവർക്കും മധുരം നൽകി. സ്കൂൾ 3 നിറങ്ങളുള്ള തോരണങ്ങളാൽ അലങ്കരിച്ചിരുന്നു. ഇന്ന് എല്ലാ കുട്ടികൾക്കും നല്ല സന്തോഷമായിരുന്നു. സ്കൂളിൽ നിന്നും പായസവും കുടിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡയറി മാറ്റി എഴുതാവുന്നതാണ്. ഡയറി എഴുതാൻ തീർച്ചയായും പഠിച്ചിരിക്കണം. എക്സാമിന് ചോദിക്കും. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 3.2 കഥ പൂർത്തിയാക്കാം. കൂട് തുറന്നു. കിങ്ങിണിത്തത്ത വന്ന് സാരംഗിന്റെ കയ്യിലിരുന്നു. അതിന്റെ ചിറകിൽ അവൻ ഒരു ഉമ്മ നൽകി. ചെവിയിൽ എന്തോ മന്ത്രിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചിരിക്കും? അപ്പോൾ എന്താണ് മന്ത്രിച്ചതെന്നെല്ലാം ടെക്സ്റ്റ് ബുക്ക് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? കിങ്ങിണിത്തത്തെ നീ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് പൊയ്ക്കുള്ളൂ എന്നായിരിക്കും അല്ലേ? പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്കൊന്ന് എഴുതി നോക്കാം. സാരംഗ് എന്ത് പറഞ്ഞു? കിങ്ങിണിത്തത്തെ നീ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് പൊയ്ക്കോളൂ. ഇത് കേട്ടപ്പോൾ കിങ്ങിണിത്തത്തയ്ക്ക് സന്തോഷമായി. സാരംഗിന് തന്നോടുള്ള സ്നേഹം തത്തയ്ക്ക് മനസ്സിലായി. കിങ്ങിണിത്തത്തയ്ക്ക് അച്ഛനെയും അമ്മയെയും കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 3.3 ഗാന്ധിജിയെ വരയ്ക്കാം. നിങ്ങൾ ഗാന്ധിജിയെ അവിടെ വരയ്ക്കണം. ഞാൻ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അതുപോലെ വരയ്ക്കാവുന്നതാണ്. അടുത്ത പ്രവർത്തനം 3.4 മഹാത്മജി എന്ന കവിത വായിച്ചല്ലോ. ഗാന്ധിജിയെ കുറിച്ച് കവിതയിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതി നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചപ്പോൾ മഹാത്മജി എന്നുള്ള കവിത വായിച്ചതാണ്. എന്തൊക്കെയാണ് കവിതയിൽ പറയുന്നത്? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? മുൻവരി പല്ലുപോയ മോണകാട്ടിയുള്ള ഗാന്ധിജിയുടെ ചിരി കാണാൻ നല്ല രസമാണ്. അദ്ദേഹം ചമ്രം പടിഞ്ഞാണ് ഇരിക്കാറുള്ളത്. എല്ലാവരോടും കനിവുള്ള ആളായിരുന്നു ഗാന്ധിജി. ഗാന്ധിജി കൊച്ചു കുഞ്ഞുങ്ങളോടൊത്ത് കളിപ്പാൻ കൊതിയുള്ള വ്യക്തിയായിരുന്നു. നാട്ടുകാരെല്ലാം ബാപ്പു എന്ന് വിളിച്ചിരുന്ന അദ്ദേഹം മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ നിങ്ങളും ഇത് എഴുതുമല്ലോ. പ്രവർത്തനം 3.6 കലണ്ടർ നോക്കാം, പട്ടിക പൂർത്തിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പട്ടികയിൽ 3 കോളങ്ങളുണ്ട്. തീയതി, ദിവസം, പ്രാധാന്യം. നമുക്ക് 2026 കലണ്ടർ അനുസരിച്ച് നോക്കാം. ആഗസ്റ്റ് 15 ദിവസം ശനി, പ്രാധാന്യം സ്വാതന്ത്ര്യദിനം. ഒക്ടോബർ 2 ദിവസം വെള്ളി, പ്രാധാന്യം ഗാന്ധി ജയന്തി. നവംബർ 14 ശനി, ശിശുദിനം. ജനുവരി 26 തിങ്കൾ, റിപ്പബ്ലിക് ദിനം. ജനുവരി 30 വെള്ളി, രക്തസാക്ഷി ദിനം. നിങ്ങളും പൂരിപ്പിക്കുമല്ലോ. ഈ പട്ടിക പൂരിപ്പിക്കുന്നതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുകയും വേണം. ചോദിക്കാം. ഓണം എക്സാമിന്റെ മുൻവർഷ ചോദ്യത്തിൽ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രവർത്തനം 3.5 വായിക്കാം, രസിക്കാം. ഗാന്ധിജിക്ക് ചുറ്റും കൊച്ചു കുഞ്ഞുങ്ങൾ ഇരുന്ന് കഥ കേൾക്കുന്നത് നമുക്ക് കാണാമല്ലേ? നമുക്ക് വായിച്ചു നോക്കിയാലോ? അമ്മയും മക്കളും. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണ്. മഹാത്മാഗാന്ധിയെ കാണാൻ അദ്ദേഹത്തിന്റെ സബർമതി ആശ്രമത്തിൽ ദിവസവും ധാരാളം കുട്ടികൾ ചെല്ലുമായിരുന്നു. ഒരിക്കൽ മഹാത്മജിയുമായി സംസാരിക്കുന്നതിനിടയിൽ ഒരു മിടുക്കൻ ചോദിച്ചു, ബാപ്പു, അങ്ങെന്താണ് ഇങ്ങനെ ഒരു മുണ്ടും പുതപ്പും മാത്രം ധരിച്ച് നടക്കുന്നത്? ബാപ്പുവിന് ഒരു കുർത്ത ധരിച്ചുകൂടെ? ബാപ്പുജി മന്ദഹസിച്ചു. ആ മിടുക്കനോട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാവമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഒരു കുർത്ത തുന്നിക്കാനുള്ള പണമൊന്നും എന്റെ കൈവശമില്ല. അത് കേട്ടപ്പോൾ ആ കുട്ടിക്ക് സങ്കടമായി. പക്ഷേ അടുത്ത നിമിഷത്തിൽ അവന്റെ മുഖം തെളിഞ്ഞു. ബാപ്പു, എന്റെ അമ്മയ്ക്ക് തുന്നൽ അറിയാമല്ലോ. ഇന്ന് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞ് ബാപ്പുവിനൊരു കുർത്ത തുന്നിക്കൊണ്ടുവരാം. ബാപ്പുവിനാണെന്ന് പറഞ്ഞാൽ അമ്മ സന്തോഷത്തോടെ തുന്നിത്തരും. ഗാന്ധിജി അവനെ വിളിച്ച് അടുത്തിരുത്തി. വാത്സല്യത്തോടെ അവന്റെ തലയിൽ കൈയോടിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു,
ശരി, നിന്റെ അമ്മ വിചാരിച്ചാൽ എനിക്ക് എത്ര കുർത്ത തുന്നിത്തരാൻ കഴിയും? ബാപ്പുജി പറയൂ, കുട്ടി ആവേശത്തോടെ പറഞ്ഞു. അങ്ങേക്ക് എത്ര കുർത്ത വേണം? 4, 6 അതോ 10 മതിയാകുമോ? അതൊന്നും മതിയാകില്ല കുഞ്ഞേ. ഭാരതമാതാവാണ് എൻ്റെ അമ്മ. ഈ നാട്ടിലെ കോടിക്കണക്കിനുള്ള ആളുകളാണ് എൻ്റെ സഹോദരീ സഹോദരന്മാർ. ഒരു നേരത്തിനുള്ള ആഹാരത്തിന് വകയില്ലാതെ, ഒരു നല്ല ഉടുപ്പ് വാങ്ങി ധരിക്കാൻ പണമില്ലാതെ അവരിൽ ഭൂരിഭാഗവും കഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഞാൻ മാത്രം ഭംഗിയുള്ള കുർത്ത ധരിക്കുന്നത് തെറ്റല്ലേ? സുഭാഷ് ചന്ദ്രൻ എഴുതിയതാണിത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? മഹാത്മാഗാന്ധിക്ക് എല്ലാവരോടും സ്നേഹവും അനുകമ്പയുമാണ് അല്ലേ? എല്ലാവരെയും സഹോദരി സഹോദരന്മാരായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ ഒരു നേരത്തിനുള്ള ആഹാരത്തിന് വകയില്ലാതെ, ഒരു നല്ല ഉടുപ്പ് വാങ്ങി ധരിക്കാൻ പണമില്ലാതെ എല്ലാവരും കഷ്ടപ്പെടുമ്പോൾ ഞാൻ എങ്ങനെ ഉടുപ്പിടുമെന്നാണ് ഗാന്ധിജി ചോദിക്കുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻസുമായി കാണാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.